താമരശ്ശേരിയിലുണ്ടായ സംഘർഷത്തിന് ശേഷം ഷഹബാസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കൂട്ടുകാരോ സ്കൂട്ടറിൽ ഷഹബാസിനെ വീട്ടിൽ എത്തിക്കുന്ന ദൃശ്യമാണ്. സ്കൂട്ടറിന് പിറകിലിരുന്നാണ് ഷഹബാസ് വരുന്നത്. അതായത് സ്കൂട്ടറിന് പുറകിലിരുന്ന് വരാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു, പ്രകടമായ പരിക്കുകൾ പുറമേ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ അത് ബന്ധുക്കൾ പറഞ്ഞാണ്. തലയ്ക്ക് പിന്നിലേറ്റ അടിയാണ് പ്രധാന ഇന്റേണൽ ഇഞ്ചുറിയാണ്. അത് മസ്തിഷ്കത്തിനടക്കം വളരെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ചെവിക്ക് പുറകിൽ കണ്ണിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ആണ്. അപ്പോൾ ഈ നേരത്തെ ഈ കൊലവിളി സന്ദേശം നടത്തുന്നതിനകത്ത് പറയുന്നുണ്ട് അവന്റെ കണ്ണൊന്നും ഇല്ല എന്ന്. ഈ രീതിയിൽ മർദ്ദിച്ച് അവശനാക്കിയ, കൊല്ലുന്ന രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരു സഹപാഠി തന്നെ അല്ലെങ്കിൽ കൂട്ടുകാരൻ തന്നെ പറയുന്നത്. ഈ ന്യൂജൻ കൊലപാതകങ്ങൾക്ക് രീതി നോക്കണം. തലയിലാണ്, തലയ്ക്കും മുഖത്തുമാണ് മർദ്ദനങ്ങൾ എന്നുള്ളത് കാണണം. ഇവിടെയും മുഖത്തും തലയ്ക്ക് പുറകിലും കണ്ണിലുമാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലും മുഴുവൻ തലയ്ക്കാണ് അടിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇപ്പോൾ വിവരങ്ങളുമായി ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, CCTV ദൃശ്യങ്ങളിൽ നിന്നൊരു സ്കൂട്ടറിന് പിറകിൽ ഇരുന്ന് ഷഹബാസ് വീട്ടിലേക്ക് വരുന്നത് വ്യക്തമാണ്. പുറമേ പരിക്കുകളൊന്നുമില്ല ബന്ധുക്കൾ പറഞ്ഞതുപോലെ. അതേസമയം തന്നെ തലച്ചോറിനേറ്റ പരുക്ക്, തലയ്ക്ക് പിറകിലേറ്റ അടി മസ്തിഷ്കത്തിന് പരിക്കേൽപ്പിക്കുകയും അത് മരണകാരണമാവുകയുമാണല്ലോ ചെയ്തത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ഞായറാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി താമരശ്ശേരി ടൗണിൽ രണ്ടിടങ്ങളിലായി ട്യൂഷൻ സെന്ററിന് സമീപവും തൊട്ടപ്പുറത്തൊരു മാളിന് സമീപവുമായി സംഘർഷമുണ്ടാകുന്നു, മർദ്ദനമുണ്ടാകുന്നു, കുട്ടികൾ ഏറ്റുമുട്ടുന്നു. അതിനുശേഷമാണ് 6:42 നമ്മളിപ്പോൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തത്. ആ സമയത്താണ് ഷഹബാസിനെ പിറകിലിരുത്തി ഒരു സുഹൃത്ത് ആണത് നമുക്ക് പ്രതീക്ഷിക്കാം മടങ്ങി വരുന്നുണ്ട്. ഒരു മഞ്ഞ ടീഷർട്ട് ധരിച്ചാണ് ഷഹബാസ് സ്കൂട്ടറിന് പിന്നിൽ ഇരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സമയത്ത് ഗുരുതരമായ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പുറത്തേക്ക് ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് ആ സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്രയും മരണകാരണമാകുന്ന രീതിയിൽ സാരമായ പരിക്കേറ്റിരുന്നു ഷഹബാസ് എന്ന് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നില്ല. അത് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതായത് ആ തരത്തിൽ തളർന്ന അവസ്ഥയിലോ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലോ ഒന്നും ആയിരുന്നില്ല ഷഹബാസ്. അവൻ വളരെ ലൈവായിട്ട് തന്നെ പിറകിലിരിക്കുന്നുണ്ട്. കൈകൊണ്ടൊക്കെ ചില ആംഗ്യം ആ രീതിയിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപേ ഉള്ളൊരു വളവുണ്ട്, ചെറിയൊരു ഇടവഴിയാണ്. ആ വളവിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്നുള്ള CCTV ദൃശ്യമാണ്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കുള്ള ഒരു വളവ് കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തും. അവിടെ വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപേ, ഞായറാഴ്ച വൈകിട്ട് ഈ സംഭവം ഉണ്ടായ ശേഷം വീട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപുള്ള CCTV ദൃശ്യങ്ങളാണ്. അതിനുശേഷമാണ് വീട്ടിലെത്തിയപ്പോഴും പെട്ടെന്ന് ആദ്യഘട്ടത്തിലൊന്നും ഷഹബാസ് ആ രീതിയിലുള്ള അസ്വാസ്ഥ്യമൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ശാരീരികമായി ക്ഷീണിച്ചു കിടന്നു. അതിനുശേഷമാണ് പിന്നീട് ഛർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ സംഭവം സംഘർഷമുണ്ടായപ്പോൾ തന്നെ ഷഹബാസിന് കൂടുതൽ മർദ്ദനമേറ്റിരുന്നു എന്ന് ചില സുഹൃത്തുക്കൾക്ക് ഒക്കെ അത് ബോധ്യമായിരുന്നു. അതായത് ഒരു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി സംഘർഷം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മരണകാരണം സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരും. തലയ്ക്ക് ഏറ്റിട്ടുള്ള മർദ്ദനം തന്നെയാണ് മരണകാരണമായിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് തന്നെ തലയ്ക്ക് പിറകിൽ ഏറ്റ അടി മസ്തിഷ്കത്തിന് സാരമായ പരിക്ക് ഏൽപ്പിച്ചു. അതുതന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി എത്ര വലിയ ക്രൂരത ഷഹബാസ് എന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി നേരിട്ടു എന്നുള്ളത് നമുക്ക് അറിയാനും കഴിയും. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ, അതായത് ചെറിയ പ്രായത്തിൽ യുവജനങ്ങൾ ക്രിമിനലുകളായി മാറുന്ന സംഭവങ്ങൾ അടിക്കടി, ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, അടിക്കടി വർദ്ധിച്ചു കൊണ്ടുവരുന്നു. അതിനകത്ത് ലഹരി മരുന്ന് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലഹരി മരുന്ന് ഉപയോഗത്തിൻ്റെ നിയന്ത്രണം, അതുപോലെ തന്നെ ഇങ്ങനെ യുവാക്കൾ ക്രിമിനൽ നടപടികളിലേക്ക് പോകുന്നത്, മറ്റുള്ളവരെ കൊല്ലുന്ന രീതിയിലേക്ക് പോകുന്നത്, അതിന് ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തി ഇത് നിയന്ത്രിക്കാം എന്നുള്ളതാണ്. സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ചെറിയ കുട്ടികൾ വരെ സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെടുന്നത്, സ്കൂളുകൾ പോലും ലക്ഷ്യം വെക്കപ്പെടുന്നത്, ഇതൊക്കെ സാധാരണമാവുകയാണ്. ആശങ്കയോടുകൂടി കാണേണ്ട സാഹചര്യം ദൗർഭാഗ്യവശാൽ സംസ്ഥാനത്തുണ്ട്.